പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗം സ്നേഹം കൊണ്ട് നമ്മെ നിറച്ച് കൂട്ടായ്മയിൽ ഈ രാത്രിയിൽ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ തമ്പുരാൻ നമ്മെ സ്നേഹിക്കുന്നു. യേശു. സങ്കീർത്തനം 18:1 കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് നേറ്റു പറയാം, കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്ന കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നു. നമുക്ക് അവിടുത്തോട് പറയാം, ഏറ്റു പറയാം, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ മഹത്വം, പരിശുദ്ധാത്മാവേ മഹത്വം. ഈ പുതുവർഷത്തിൻ്റെ ആദ്യ നാളുകളിലൂടെ കടന്നു പോകുന്ന നമുക്ക് എല്ലാ മഹത്വവും ദൈവ തിരുമണത്തിന് സമർപ്പിക്കാം. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി നമ്മെ സ്നേഹിക്കുന്ന അത്യുന്നതനെ നമുക്ക് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാം. ഈ പുതുവർഷത്തിലും അവിടുന്ന് നമ്മെ അവിടുത്തെ പുത്തൻ സ്നേഹത്താൽ നിറയ്ക്കാൻ മറന്നില്ല. യെശയ്യാ പ്രവചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയൊരാകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല എന്ന്. വീണ്ടും വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ പുതുമ കൊണ്ട് നിറയ്ക്കുന്ന ഒരു നല്ല ദൈവം. അവിടുന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുന്നു. നമുക്ക് നമ്മുടെ പഴയ അവസ്ഥകളെല്ലാം മറന്ന് ക്രിസ്തുവിലായിരുന്നു കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി തീരാം. നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തിലെ വീഴ്ചകളൊക്കെ ക്ഷമിച്ചുകൊണ്ട് നമ്മോട് കരുണ കാണിച്ചുകൊണ്ട് ഒരു പുതുവർഷത്തിൻ്റെ പ്രഭാതം കൂടി അവിടെ നൽകി നമ്മൾ അനുഗ്രഹിച്ചു. എന്നും നമ്മുടെ ജീവിതത്തെ പുതുമയുള്ളതാക്കി മാറ്റുന്ന ആ നല്ല ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. നിരന്തരം അവിടുത്തെ അന്വേഷിക്കുന്നവരാകാം. വീണ്ടും യെശയ്യാ 55:6 പറയുന്നു, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവം, വേദന അറിയുന്ന ദൈവം ഇതാ നമ്മുടെ അരികിലുണ്ട്. അവിടുത്തെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി സഹോദരങ്ങളെ. നമ്മുടെ വിളിച്ച് കാതോർത്തിരിക്കുകയാണ് അവിടുന്ന് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ, നമ്മുടെ വേദനകളുടെ ആശ്വാസം പകരാൻ, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാൻ, ആരോടും പങ്കുവയ്ക്കാത്ത നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇതാ അവിടുന്ന് നമ്മുടെ അരികിലുണ്ട് സഹോദരങ്ങളെ. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ള വലിയ വിശ്വാസത്തോടെ എല്ലാം നമുക്ക് അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കാം. സ്വർഗത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി നാം പുതുവർഷത്തിലേക്കുള്ള യാത്ര തുടരുമ്പോൾ തമ്പുരാനെ നമുക്ക് കൂടെ കൂട്ടാം. നമ്മുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് തൻ്റെ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചതിന് പ്രത്യുത്തരമായി നമ്മുടെ ജീവിതത്തെ അവൻ്റെ കരങ്ങളിൽ കൊടുക്കാം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് ഞാൻ കർത്താവെ നിൻ്റെ കരങ്ങളിലെന്ന് നമുക്ക് അവിടുത്തോട് പറയാം. ഈ പുതുവർഷത്തിൽ നിനക്കിഷ്ടമുള്ള രൂപത്തിൽ എന്നെ മെനയണമേ. ഞാൻ നിനക്കുള്ളവനാണ് കർത്താവെ. നിന്റെ ഹിതമനുസരിച്ച് കർത്താവെ എന്നെ മാറ്റിയെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ മകൾ, യഹൂദ നിയമം അനുസരിച്ച് അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. ജീവിതം അവസാനിച്ചു എന്നുറപ്പിച്ച് യേശുവിൻ്റെ അരികിൽ നിന്ന് ആ മകളെ നിത്യജീവനിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഈശോ, സമൂഹത്താൽ വെറുക്കപ്പെട്ടവനായ ചുങ്കക്കാരൻ ചക്രഭൂഷനെ ചേർത്ത് നിർത്തി അവനും അവൻ്റെ കുടുംബത്തിനും രക്ഷ നൽകിയ ഈശോനാഥൻ. സഹോദര സഹോദരി,
നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഈശോയുടെ ഇടപെടലുകൾ സംഭവിച്ചിട്ടില്ലേ? എല്ലാം അവസാനിച്ചിടത്തു നിന്നും ഒരു പുതുജീവൻ നൽകിയ തമ്പുരാനെ നമുക്ക് സ്തുതിക്കണ്ടേ? മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട് ഒറ്റപ്പെടലിൻ്റെ തിരസ്കരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ മകനെ മകളെ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ നിന്നെ സ്നേഹിച്ച ആ നല്ല തമ്പുരാന് നമുക്ക് നന്ദി പറയണ്ടേ സഹോദരങ്ങളെ? നിൻ്റെ ആരോഗ്യം, നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ കുഞ്ഞുങ്ങൾ, നിൻ്റെ സമ്പത്ത്, നിൻ്റെ ജോലി, നിനക്കുള്ളതെല്ലാം ദൈവം തന്ന അനുഗ്രഹങ്ങളല്ലേ? ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അനേകം കാരണങ്ങളില്ലേ? ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് ഹല്ലേലൂയ 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 കരങ്ങളടിച്ചു പാടാം. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ജീവിതയാത്രയിൽ വീണുപോയ സാഹചര്യങ്ങളിൽ തകർന്നുപോയ അവസ്ഥയിൽ നിന്നും ഇനി വിടുതലില്ല എന്ന് കരുതിയ നാളുകളിൽ എൻ്റെ കരം പിടിച്ചുയർത്തി അവിടുന്ന് എന്നോട് ആ സ്നേഹം വെളിപ്പെടുത്തി. ഞാൻ നിൻ്റെ കരം പിടിച്ചിരിക്കുന്നു, നീ വീടില്ല എന്ന് പറഞ്ഞ് എന്നെ ചേർത്തണച്ച സ്നേഹം അവിടുത്തെ നമുക്ക് ആരാധിക്കാം. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചോ. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചോ. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ചോദിച്ചതിലേറെ നന്മകളാൽ നിറച്ച് നമ്മുടെ ജീവിതത്തെ മകുടമണിയിച്ച തമ്പുരാൻ നമ്മുടെ മേലെ തോന്നി ആയുസ് നൽകി പരിപാലിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വിളിച്ചു എന്നെ ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സ്വന്തമെന്ന് കരുതിയവർ ഉപേക്ഷിച്ചപ്പോഴും നമ്മൾ തിരസ്കരണത്തിൻ്റെ പിടിയിൽ അമർന്നപ്പോഴും നമ്മെ ചേർത്ത് നിർത്തിയത് ഇന്നും ജീവിക്കുന്ന നമ്മുടെ ഈശോയാണ്. നമുക്ക് ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഒരു മുളയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഒരു മുളയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു.
നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 സങ്കീർത്തകൻ പറയുന്നു, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. പ്രിയ ദൈവജനമേ, ക്രോബന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് അത്യുന്നതനായ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കവാടങ്ങളെ തുറന്ന് അനുഗ്രഹങ്ങളുടെ പേമാരി നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നാം ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരും. ആ ദൈവകൃപയുടെ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ. ക്രോബന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാം ദൈവത്തെ ആരാധിക്കുന്ന നിമിഷങ്ങളാണ്. യെശയ്യാ 40:12 കൈക്കുമ്പിൾ ആഴിയെ അളക്കുകയും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും ചെയ്ത സൈന്യങ്ങളുടെ കർത്താവ്, അതുല്യനായ ദൈവം. ആ ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്. അതുല്യനാണ് സൈന്യങ്ങളുടെ ദൈവം. ആ ദൈവത്തെ നാം ആരാധിക്കുകയാണ് നന്ദിയോടെ. അത്യുന്ന ദൈവത്തെ നിറഞ്ഞ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാൻ പ്രിയമുള്ളവരെ. സ്വർഗവും ഭൂമിയും സർവചരാചരങ്ങളും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് നിരന്തരം പാടി സ്തുതിക്കുന്നു. ശ്രാപ്യന്മാരും ക്രോബന്മാരും സ്വർഗീയ ദൂതരോട് ചേർന്ന് സർവചരാചരങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു. ആ സ്തുതികളോട് ചേർന്ന് പാപികളും ബലഹീനരുമായ നമ്മുടെ എളിയ സ്വരവും ചേർത്തുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. സൈന്യങ്ങളുടെ ദൈവത്തെ നന്ദിയുടെ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ ആരാധനകൾ നമുക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ. സൈന്യങ്ങൾ തൻ കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് നമുക്ക് ഏറ്റുപാടി ഗായകത്തോട് ചേർന്ന് ആ ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ, അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. മാലാഖമാര് പാടുന്നു, വാനവദൂതരെല്ലാവരും സ്വർഗീയ ഗണങ്ങൾ മുഴുവനും ദൈവത്തെ നിരന്തരം ആരാധിച്ച് പരിശുദ്ധൻ എന്ന് പാടി മഹത്വപ്പെടുത്തുന്നു. നമ്മളും അവരോട് ചേരുകയാണ്. നമ്മുടെ എളിയ സ്വരവും അവരോട് ചേർത്ത് നാം ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുകയാണ് പൂർണ്ണ മനസ്സോടെ. അവിടുന്ന് പറഞ്ഞു, പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടും കൂടി എന്നെ നിങ്ങൾ ആരാധിക്കണം, ഞാനാണ് നിങ്ങളുടെ ദൈവം എന്ന് അവിടുന്ന് പറഞ്ഞു. ആരാധിക്കാം നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ. പാടുന്നു പരിശുദ്ധൻ, വാനവദൂതരും പാടുന്നു പരിശുദ്ധൻ, മാലാഖവൃന്ദം പാടുന്നു പരിശുദ്ധൻ
വാനവദൂതരും പാടുന്നു പരിശുദ്ധൻ. ക്രോവേന്മാർ ശ്രാപ്പേന്മാർ സ്വർഗീയരും ചേർന്ന് ഒന്നായി പാടുന്നു ഓശാന. ക്രോവേന്മാർ ശ്രാപ്പേന്മാർ സ്വർഗീയരും ചേർന്ന് ഒന്നായി പാടുന്നു ഓശാന. കരങ്ങൾ വീശി ഓശാന ഓശാന, കർത്താവാം ദൈവത്തിനോശാന. ഓശാന ഓശാന, കർത്താവാം ദൈവത്തിനോശാന. വിശുദ്ധരേവരും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ഭൂവാസികളായ നമുക്കും അവരോട് ചേരാം. സ്വർഗത്തിലെ എല്ലാ ഇടങ്ങളിലും തമ്പുരാനോടുള്ള സ്തുതികൾ ഉയരുമ്പോൾ ഈ ഭൂമി മുഴുവൻ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറച്ച് ഈ ഭൂമി മുഴുവൻ ദൈവത്തെ ആരാധിക്കട്ടെ. നമുക്കും അവരോട് ചേർന്ന് ആരാധിക്കാം. വിശുദ്ധരാമേവരും പാടുന്നു പരിശുദ്ധൻ. ഭൂവാസികളും ചേർന്നു പാടുന്നു പരിശുദ്ധൻ. വിശുദ്ധരാമേവരും പാടുന്നു പരിശുദ്ധൻ. ഭൂവാസികളും ചേർന്നു പാടുന്നു പരിശുദ്ധൻ. സ്വർഗത്തിൽ വാഴുന്ന സകലത്തിനുടയോനെ ഉച്ചത്തിൽ പാടുന്നു ഓശാന. സ്വർഗത്തിൽ വാഴുന്ന സകലത്തിനുടയോനെ ഉച്ചത്തിൽ പാടുന്നു ഓശാന. കരങ്ങൾ വീശി ഓശാന ഓശാന, കർത്താവാം ദൈവത്തിനോശാന. ഓശാന ഓശാന, കർത്താവാം ദൈവത്തിനോശാന. സൈന്യങ്ങൾ തൻ കർത്താവേ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഗ്ലോറി 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 ഗ്ലോറി. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ നന്ദി, 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 നന്ദി. ദൂതന്മാരോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ യസ്ര 3:11. അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചനപ്രതിവചനങ്ങളായി പാടി. കർത്താവ് നല്ലവനല്ലോ. ഇസ്രായേലിൻ്റെ നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനമിട്ടതിനാൽ അവർ ആർപ്പ് വിളികളോടെ കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനമിട്ട സൈന്യങ്ങളുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കുടുംബ ജീവിതങ്ങൾക്ക്, നമ്മളായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതങ്ങൾക്ക് നാം ഇന്ന് പടുത്തുയർത്തിയതിനെല്ലാം അടിസ്ഥാനമിട്ട് തന്ന, ദാനമായി തന്ന കർത്താവിനെ ആർപ്പ് വിളികളോടെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. 150-ാം സങ്കീർത്തനത്തിൽ പ്രകാരം സങ്കീർത്തനം നമ്മോട് പറയുന്നത്, കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളനാദത്തോടെ തപ്പുകൾ കൊട്ടിയും കിന്നരം മീട്ടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. സന്തോഷത്തോടെ ആഹ്ലാദാരവത്തോടെ നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്തർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനം വിസ്മയിച്ചു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. മത്തായി 15:31. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ.
അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. സങ്കീർത്തനം 104. ഹല്ലേലൂയ. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവൃത്തികളെയും പ്രതി നന്ദി പറയട്ടെ. പ്രിയമുള്ളവരെ, വചനം പറയുന്നു കർത്താവിന് നന്ദി പറയുവാൻ. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പറയാം, കർത്താവെ, ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും, ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ആലപിക്കുമെന്ന്. തമ്പുരാന് നമ്മുടെ ജീവിതങ്ങളിൽ ചൊരിഞ്ഞ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ചെറിയ അനുഗ്രഹങ്ങളും വലിയ അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ആ നന്മകളെയൊക്കെ നമുക്ക് ഈ പുതുവർഷത്തിലൊന്ന് ഓർത്ത് തമ്പുരാന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. നമ്മുടെ നഷ്ടങ്ങളെ ലാഭമാക്കിയതിനെ ഓർത്ത്, നമ്മുടെ തകർച്ചകളെ ഉയർച്ചകളാക്കിയതിനെ ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ സഹോദരങ്ങളെ? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെ നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം. നന്ദിയോടെ, നിറഞ്ഞ മനസ്സോടെ, പൂർണ്ണഹൃദയത്തോടെ അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ നന്മകളെയും ഓർത്ത്, എല്ലാ കൃപകളെയും ഓർത്തുകൊണ്ട് ഈ പുതുവർഷത്തിൻ്റെ ഈ നാളുകളിൽ അവിടുന്ന് ചൊരിഞ്ഞ അളവില്ലാത്ത സ്നേഹത്തെ ഓർത്ത്, അതിരുകളില്ലാത്ത സ്നേഹത്തെ ഓർത്ത്, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി നമ്മെ സ്നേഹിക്കുന്ന തമ്പുരാനോട് നമുക്ക് പാടാം. നന്ദി നാഥ, തമ്പുരാനെ നന്ദി കർത്താവേ, ഇസ്രായേലിന്റെ രാജാവേ, അത്യുന്നതനെ നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. അമൂല്യനായ കർത്താവേ, നിറഞ്ഞ മനസ്സോടെ സ്തുതിക്കാം. ഇസ്രായേലിന്റെ രാജാവേ, എൻ ദൈവമാം യഹോവേ. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. യേശുവേ, 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 യേശുവേ. നന്ദി നാഥ, നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ. ഉറ്റവരും ഉടയവരും നിന്നെ മാറ്റി നിർത്തിയപ്പോൾ, തിരസ്കരണത്തിന്റെ തീർച്ചൂളയിൽ നീ വെന്തു നീറിയപ്പോൾ, നിന്നെ സ്നേഹത്തോടെ മാറോട് ചേർത്ത് ആണിപ്പാടുള്ള കരങ്ങളാൽ ചേർത്ത് നിർത്തിയ തമ്പുരാന്, നിന്നെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച തമ്പുരാന് നന്ദി പറഞ്ഞു പാടാം. തമ്പുരാനെ നന്ദി പറയുന്നു കർത്താവേ, നിന്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു തമ്പുരാനെ. അകറ്റുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും മീശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. പകയ്ക്കുന്നവർ മുൻപിലും, പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും മീശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. വിളിക്കൂ
യേശുവേ എന്ന്. യേശുവേ 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 നന്ദി നാഥാ, നന്ദി. നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി. പ്രതികൂല സാഹചര്യങ്ങളിൽ നീ കാലിടറി വീണപ്പോൾ, തളർന്നു വീണപ്പോൾ നിന്നെ ഒരു കരം താങ്ങി. ആ തിരുക്കരം നിന്നെ താങ്ങി. നിന്റെ തളർന്നു പോയ നിന്റെ ജീവിതത്തിന്, നിന്റെ ശരീരത്തിന്, നിന്റെ കാലുകൾക്ക് അവിടുന്ന് ശക്തി പകർന്നു അവിടുന്ന് നിന്നെ ജീവിക്കുന്നവനായി മാറ്റിയെടുത്തു. പ്രിയമുള്ളവരെ, ഓർക്കുക, നന്ദിയോടെ ആ സ്നേഹത്തെ ഓർക്കുക. അവൻ എത്രമാത്രം നമ്മെ സ്നേഹിച്ചു. അവൻ സർവ്വതും നമുക്ക് വേണ്ടി നൽകി നമ്മെ സ്നേഹിച്ചു, ജീവൻ നൽകി. നിറഞ്ഞ മനസ്സോടെ നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം. തിരുക്കരം നിന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയവൻ. തിരുക്കരം നിന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയവൻ. കരങ്ങൾ ഉയർത്തി വിളിക്കൂ യേശുവേ എന്ന്. യേശുവേ 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 നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി. യോഗ്യതയില്ലാഞ്ഞിട്ടും അനവധി അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ നിറച്ച് നമ്മെ ഉയർത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിന് ഞാൻ എന്ത് പകരം നൽകും? 1000 പാട്ടുകളോ കർത്താവെ, എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്റെ നാമത്തെ നിന്റെ രക്ഷയെ ഞാൻ പാടി മഹത്വപ്പെടുത്തും. സങ്കീർത്തനം 116. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നാമത്തെ നമുക്ക് നിരന്തരം നമ്മുടെ ജീവിതകാലം മുഴുവൻ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തി അവിടുത്തോടുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാം. ഹല്ലേലൂയ. എന്തു ഞാൻ പകരം നൽകും? 1000 പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടും ഞാൻ. എന്തു ഞാൻ പകരം നൽകും? 1000 പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടും ഞാൻ. അവൻ അരികിലുണ്ട്, വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ 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 യേശുവേ
നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തിയ യേശുവിൻ്റെ സ്നേഹത്തെ ഓർത്ത്, വീഴ്ചയിൽ നമ്മെ താങ്ങിയ ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത്, തകർന്നു പോകേണ്ടിയിരുന്ന നമ്മുടെ ജീവിതങ്ങളെ താങ്ങി നിർത്തിയതിനെ ഓർത്ത്, ഈ മഹാമാരിയുടെ നടുവിലും നമ്മെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത്, പാപികളായിരുന്നിട്ടും സ്നേഹത്തോടെ നമ്മെ തേടിയെത്തുന്ന ആ നല്ല ഇടയൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് പാടാം. യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. നന്ദി കർത്താവേ, നന്ദി തമ്പുരാനെ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്ത ദാസനായ ജോബ് സമ്പത്തിലും സന്താനങ്ങളിലും അനുഗ്രഹീതനായിരുന്നു. അവൻ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നു. സമ്പത്തും സന്താനങ്ങളും നഷ്ടപ്പെട്ടപ്പോഴും ജോബ് ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ നിറഞ്ഞ് ഭാര്യ പോലും അദ്ദേഹത്തെ പഴിക്കുകയും ദൈവത്തെ ശപിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ജോബ് ദൈവത്തിലുള്ള വിശ്വസ്തതയുടെയും സുഹൃത ജീവിതത്തിൻ്റെയും മാതൃകയായി മാറുന്നത് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. കഠിനമായ പ്രലോഭനങ്ങൾക്കിടയിലും ജോബ് അചഞ്ചലനായി നിന്നുകൊണ്ട് ജോബിന് സന്താനങ്ങളും സമ്പത്തും നഷ്ടപ്പെടുന്നു. പ്രിയമുള്ളവരെ, എല്ലാം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ ജോബ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നന്മകളെ പ്രതി ദൈവത്തെ നാം മഹത്വപ്പെടുത്തി. എന്ന് നാം മഹത്വപ്പെടുത്താറുള്ളതും ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്താണ്. ഇനി നമ്മുടെ നഷ്ടങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിനോടുന്ന് നന്ദി പറയാൻ പറ്റുമോ? ജോബ് തമ്പുരാന്റെ സന്നിധിയിലെ നഷ്ടങ്ങൾക്കും കഷ്ടങ്ങൾക്കും മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവിന് നന്ദി പറഞ്ഞതുപോലെ നമുക്കും നമ്മുടെ നഷ്ടങ്ങളെ ഓർത്ത്, കഴിഞ്ഞ കാലങ്ങളെ നഷ്ടങ്ങളെ ഓർത്ത് തമ്പുരാനോട് നന്ദി പറയാൻ സാധ്യമാകുമോ? എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. നമുക്കറിയാം, നാം നേടിയതൊന്നും നമുക്കില്ല. നമ്മിൽ നിന്ന് ഓരോ കാര്യങ്ങളും മാറ്റപ്പെടുമ്പോഴും ജോബിനെ പോലെ പറയാൻ നമുക്ക് കഴിയണം, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നമ്മെ ദൈവത്തിൻ്റെ മകനായി മകളായും തീർക്കുവാൻ അവിടുന്ന് അനുവദിക്കുന്ന സഹനങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. എല്ലാ അവസ്ഥകളിലും തമ്പുരാന് നന്ദി പറയുന്നവരായി തീർന്നുകൊണ്ട് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, നീ തന്ന സഹനം എന്നെ നിത്യജീവനിലേക്ക് നയിക്കാനുള്ളതായിരുന്നു എന്നുള്ള ആ തിരിച്ചറിവ് ഈ രാത്രിയിൽ എൻ്റെ കർത്താവേ എനിക്ക് നീ തരണമേ എന്ന് നമുക്ക് അവിടുന്ന് പറയാം. നിത്യതയിൽ അടുപ്പിക്കുന്ന അനുഭവമാണ് ജീവിതത്തിൻ്റെ സഹനങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞു നമുക്ക് പാടാം, എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും കർത്താവേ ഞാൻ നന്ദി പറയുന്നു. ദൈവമേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീർക്കും
മലയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പുപോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. 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 ഹല്ലേലൂയ. ചേർന്ന് സ്തുതിക്കുന്ന നന്ദിയോടെ സ്തുതിക്കട്ടെ, നന്ദിയോടെ സ്തുതിക്കട്ടെ. glory to സ്വർഗ്ഗത്തിലേക്ക് Jesus. ഉയർത്തി. യേശുവേ, നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, 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 glory. യേശുവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വേദനകളും യേശുവേ, സമർപ്പിച്ച് യേശുവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. പാദാന്ത്യത്തിൽ സാഷ്ടാംഗം വീണ് നന്ദിയോടെ നന്ദി, 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 നന്ദി. Glory, 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 glory. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സാന്നിധ്യം മതി, നിന്റെ സാന്നിധ്യം മതി. സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. തകർച്ചകളിൽ പതറാതെ, നൊമ്പരങ്ങളിൽ വീണുപോകാതെ, നിരാശയിലേക്ക് വീണുപോകാതെ തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കുക. കർത്താവേ, നിന്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ, നീ എൻ്റെ അരികിലുണ്ടെങ്കിൽ ഇതിനെല്ലാം അതിജീവിക്കാൻ എനിക്ക് സാധ്യമാകുമെന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞേ. കർത്താവേ, നിത്യത്തിലേക്കുള്ള എൻ്റെ യാത്രയിൽ എനിക്ക് ബലമേകാനാണ് നീ സഹനം തന്നെ എന്നെ വെട്ടിയൊരുക്കുന്നത്. കൂടുതൽ ഫലം കായ്ക്കുവാനാണ് നീ എന്നെ വെട്ടിയൊരുക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാനോട് പറയാൻ, കർത്താവേ നന്ദി. നീ എന്നെ നിത്യജീവന് അർഹനാക്കുന്നതിനെ ഓർത്ത്, അർഹയാക്കുന്നതിനെ ഓർത്ത് കർത്താവേ ഞാൻ നന്ദി പറയുന്നു. ഇത്ര നാൾ ഇവൻ്റെ സഹനത്തെ ഞാൻ നൊമ്പരത്തോടെ, വേദനയോടെ, വെറുപ്പോടെ കണ്ടിരുന്നുവെങ്കിൽ ഇന്നിതാ നിന്റെ സ്നേഹത്തെ പ്രതി, സഹനത്തെ പ്രതി കർത്താവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നന്ദി പറയുന്നു. ജോബിനെ പോലെ നിന്റെ പാദാന്ത്യത്തിലേക്ക് സാഷ്ടാംഗം വീണ് കർത്താവേ ഞാനിതാ പറയുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാട് 21. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. പ്രിയമുള്ളവരെ, സകലതും നവീകരിക്കുന്ന കർത്താവ്, എല്ലാം പുതുതാക്കി തീർക്കുന്ന തമ്പുരാൻ, അവിടുന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് പുതിയ ഭൂമിയെ സൃഷ്ടിക്കുന്നു, പുതിയ സ്നേഹം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നവീകരിച്ച് നമ്മെ പുതുതാക്കിക്കൊണ്ടിരിക്കുന്ന തമ്പുരാന് നാം എന്ത് പ്രത്യുത്തരമാണ് ഈ രാത്രിയിൽ നൽകാൻ പോകുന്നത്? നമ്മുടെ ജീവിതം കൊണ്ട് നാം എന്താണ് അവിടത്തേക്ക് നൽകുന്നത്? പ്രിയമുള്ളവരെ, അവിടുന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു നവീകരണം, ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ, ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ കണ്ടത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി എന്ന് വചനം പറയുന്നു. ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലെ പഴയതിനെല്ലാം ഉപേക്ഷിച്ച് ഒരു പുതു സൃഷ്ടിയായി, ഒരു പുതിയ മനുഷ്യനായി മാറുവാൻ നമുക്ക് സാധ്യമാകണം.
നമ്മളെ പഴയ ആകാശം മാറിപ്പോകണം, നമ്മളെ പഴയ ഭൂമി മാറിപ്പോകണം, നമ്മളെ പഴയ കടലും ഇല്ലാതാകണം, അപ്രത്യക്ഷമാകണം. അപ്പോഴാണ് ഒരു നവീകരണത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ, ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നത്. വീണ്ടും വെളിപാട് 21 നാം കാണുന്നുണ്ട്, വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. പ്രിയമുള്ളവരെ, നവീകരിക്കപ്പെടുന്നവന് പുതുമയിലേക്ക് കടന്നു പുതിയ സൃഷ്ടിയായി തീരുന്നവന്റെ കൂടെ ദൈവം വസിക്കും. ദൈവത്തിന്റെ കൂടാരം അവനോട് കൂടെ വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കുമെന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. വചനം തുടർന്ന് പറയുന്നു, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി എന്ന്. ഒരു വീണ്ടെടുപ്പിന്റെ, ഒരു പുതുമയുടെ, ഒരു മാറ്റത്തിന്റെ അവസ്ഥ ഈ പുതുവർഷത്തിന്റെ ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കണം. ഒരു പുതിയ മനുഷ്യനെ നാം മാറുമ്പോൾ, പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ ദൈവത്തിൻ്റെ കൂടാരം നമ്മുടെ ഇടയിൽ നമ്മോട് കൂടെ വസിക്കും. എൻ്റെയും നിൻ്റെയും കണ്ണുനീര് അവിടുന്ന് തുടച്ചു മാറ്റുമെന്ന് വചനം പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒരു പൂർണ്ണമായ മാറ്റം അവിടുന്ന് ആഗ്രഹിക്കുന്നു. സമ്പൂർണ്ണമായ മാറ്റത്തിന് വേണ്ടി നാം ശ്രമിക്കണം. ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ, ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ പഴയതിനെ ഉപേക്ഷിക്കാതെ പുതിയതിനെ സ്വീകരിക്കുവാൻ സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം, നാം അറിഞ്ഞിരിക്കണം. പുതിയ മനുഷ്യനായി തീരുന്നവനിൽ ദൈവം വസിക്കും, ദൈവത്തിൻ്റെ കൂടാരം അവനോട് കൂടെ ആയിരിക്കും. മത്തായിയുടെ സുവിശേഷം 9:16, ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല, അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണിക്കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാകുകയും ചെയ്യും. എന്താണ് വചനം നമ്മോട് പറയുന്നത്? ഒരു അഡ്ജസ്റ്റ്മെന്റ് സാധ്യമല്ല. നീ പഴയ മനുഷ്യനായിരിക്കുമ്പോൾ പുതിയതിനെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നിന്റെ ജീവിതത്തിലേക്ക് നിനക്ക് സ്വീകരിക്കുവാൻ സാധ്യമാവുകയില്ല, അങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റുകയില്ല. പുതിയ വസ്ത്രത്തിൽ, പഴയ വസ്ത്രത്തിൽ പുതിയ വസ്ത്രം വെച്ച് തുന്നിച്ചേർക്കുമ്പോൾ ബലമില്ലാത്ത പഴയ വസ്ത്രം കീറി ആ കീറൽ വലുതായി പോവും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ, നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ, പാപത്തിൻ്റെ ആസക്തികളിൽ, പാപത്താൽ കലുഷിതമായ ജീവിതത്തിലായിരിക്കുമ്പോൾ നാം പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നാം ആഗ്രഹിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ തകർച്ച വളരെ വലുതായിരിക്കുമെന്ന് ഈ വചനം നമ്മോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകിയിരിക്കുകയാണോ? നീ നോക്കുക നിന്റെ ജീവിതത്തിലേക്ക്. നീ എവിടെയാണ്? ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക്, ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പിന്നാലെ ഓടുകയാണോ? അപ്പോഴും ദൈവത്തെ ഞാൻ തേടുന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നിന്റെ തകർച്ച വലുതായിരിക്കും. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ, യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ നമ്മോട് പറയുന്നത്. ഒന്ന് തമ്പുരാനോട് പറ, കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്ന എന്നുള്ള പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടും എനിക്ക് സാധ്യമാകുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്നില്ല കർത്താവേ. ഞാൻ ആഗ്രഹിക്കാത്ത തിന്മകളിലൂടെ കടന്നു പോകുന്ന ദിനം പ്രതി ദൈവമേ, നിന്നോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വാഞ്ചിക്കുന്നു, എൻ്റെ ഹൃദയം വാഞ്ചിക്കുകയാണ്. നിന്റെ സന്നിധിയിൽ, നിന്റെ അങ്കണത്തിൽ ആയിരിക്കുവാൻ എൻ്റെ ഹൃദയം വാഞ്ചിക്കുന്ന കർത്താവേ, എനിക്ക് കഴിയുന്നില്ല, എന്നെ സഹായിക്കണമേ എന്ന് പ്രിയമുള്ളവരെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കണമെന്ന് തീക്ഷ്ണമായി ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്ക്. അവിടുത്തെ തിരിച്ചോര, കുരിശിൽ നിന്ന് ഇറ്റുവീണ തിരിച്ചോരയാൽ നമ്മളെ അശുദ്ധിയെല്ലാം നീങ്ങിപ്പോവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കാൻ പെടുവാൻ വേണ്ടി നമുക്ക് എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും അവിടുത്തെ തിരിച്ചോര ഇപ്പോൾ ഒഴുകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധീകരണത്തിന് വേണ്ടി അനുതാപത്തോടെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ഇരുടുകളിലൂടെ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ഏറ്റുപാടാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ
നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കാം, നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കാം, ചിന്തകളെ വിട്ടുകൊടുക്കാം. നമ്മുടെ കണ്ണുകൾ, കരങ്ങൾ, പാദങ്ങൾ, ശരീരം മുഴുവനെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, നിന്റെ തിരിച്ചോരയാൽ, നിന്റെ കുരിശിൽ നിന്ന് നിറ്റ് വീണ തിരിച്ചോരയാൽ, നിന്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരിച്ചോരയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് തീഷ്ണതയോടെ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പാടാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവം, നമ്മുടെ വേദനകൾ അറിയുന്ന ദൈവം നമ്മുടെ അരികിലുണ്ട്. നിന്റെ വേദനകളിൽ ഹൃദയം നുറങ്ങി ഒന്ന് വിളിച്ചാൽ മതി, അവൻ ഇറങ്ങി വരും. സ്വർഗം വിട്ട് അവിടുന്ന് ഇറങ്ങി വരും. അവൻ കാതോർത്തിരിക്കുകയാണ്. നിന്റെ ജീവിതങ്ങളിലേക്ക് ബർത്തിമേയോസ് വിളിച്ചു വിശ്വാസത്തോടെ, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ എന്ന്. ആ വിളി, വിശ്വാസത്തിന്റെ വിളി ഇന്ന് ഈ രാത്രി വേദനിക്കുന്ന നമ്മിൽ ഓരോരുത്തരും വേദനയോടെ ഇരിക്കുന്നുവെങ്കിൽ തമ്പുരാന്റെ സന്നിധിയിൽ വിളിച്ചു പറയണം, ദാവീദിന്റെ പുത്ര, വിശ്വാസത്തോടെ പറയണം, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. നിന്റെ സഹനങ്ങളിൽ, നിന്റെ സങ്കടങ്ങളിലേക്ക്, ക്രൂശിതനിലേക്ക് കണ്ണുകൾ ഉയർത്താമോ? എനിക്കും നിനക്കുമുള്ള ആശ്വാസം അവിടെയുണ്ട്. അവൻ്റെ കണ്ണുകളിൽ നിനക്കുള്ള ഉത്തരമുണ്ട്. നിന്നെ നോക്കി അവിടുന്ന് മന്ത്രിക്കും, എൻ്റെ ഈ സഹനം നിനക്ക് രക്ഷ നൽകിയില്ലേ? നിന്റെ സഹനത്തെ നീയും രക്ഷകരമാക്കുക സഹോദര. നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്തിന് ഈ ലോകം മുഴുവനും വേണ്ടി നിന്റെ സഹനത്തെ നീ രക്ഷാകരമാക്കുക. ഒടുവിൽ ഈ സഹനത്തിനപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിന്നെ കാത്തിരിപ്പുണ്ട്. ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിന്നെ കാത്തിരിപ്പുണ്ട്. ഈ സഹനങ്ങളിലൂടെ കടന്നുപോയി വരുന്ന ദിനങ്ങളിൽ, വരുന്ന ഒരു പ്രഭാതത്തിൽ നിനക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിന്നെ കാത്തിരിക്കുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ്. പ്രിയമുള്ളവരെ, അവിടുന്ന് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു, നീ കരയരുത്, ഞാൻ കൂടെയുണ്ടെന്ന്. പ്രിയമുള്ളവരെ, എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ അവസ്ഥകളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ദാഹത്തോടെ നമുക്ക് അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, കരുണയായിരിക്കണമേ, നീ ഇറങ്ങി വരണമേ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ തകർച്ചയിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരണമേ. നീ എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടണമേ. എൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ നീ കടന്നു വരണമേ. എൻ്റെ ഭാരങ്ങളും വേദനകളും നീ ഒന്ന് ഏറ്റെടുക്കണമേ കർത്താവേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണമേ. ദാഹത്തോടെ, വലിയ ദാഹത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് കടന്നു വരും. വിശ്വാസത്തോടെ വിളിക്കുക. നിന്റെ കുടുംബത്തിൽ മാരക രോഗത്തിന് അടിമപ്പെട്ടവരുണ്ടെങ്കിൽ ഇതൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തളർവാദ രോഗിക്ക് പാപം ക്ഷമിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നൽകിയ കർത്താവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. സ്വാതന്ത്ര്യം നൽകിയ കർത്താവിനോട് കിടക്കയും വിട്ട് നടക്കുക എന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ കിടക്കയെടുത്ത് സൗഖ്യപ്പെട്ട് കടന്നുപോയി. ഇന്ന് നിന്റെ ജീവിതത്തിലെ തളർച്ചകൾക്ക് ബലം ലഭിക്കണമെങ്കിൽ, തളർച്ച മാറണമെങ്കിൽ തമ്പുരാനോട് പ്രാർത്ഥിക്കുക. എല്ലാം സമർപ്പിച്ച്, തൻ്റെ പാപ അവസ്ഥകളൊക്കെയും സമർപ്പിച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ നിനക്കും നിന്റെ ബന്ധനങ്ങൾ നിനക്കും മോചനം ലഭിക്കും. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. വിശ്വസിക്കുക. പാഴ്മലകളിൽ നദികളും താഴ്വകളുടെ മധ്യ ഉറവുകളും ഞാൻ ഉണ്ടാക്കും, മരുഭൂമിയിൽ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവെ ആക്കിയെന്ന് പറഞ്ഞവൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. നമ്മുടെ രോഗങ്ങളിലേക്ക്, തകർച്ചയിലേക്ക് കടന്നു വരും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, അവൻ കടന്നു വരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. നാം ഒരു പുതുവർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ, നാം ഈ പുതുവർഷത്തിലായിരിക്കുമ്പോൾ, ഇനിയുള്ള കാലം, ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ദിനങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കണമെങ്കിൽ, ദൈവത്തോട് കൂടെ ആയിരിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന വചനം നമ്മോട് പറയുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ മേഖലകളെയും തമ്പുരാനോട് സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ നിറയുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ നിറയുവാൻ, നാം ആയിരിക്കുന്ന ഇടങ്ങളിലായിരിക്കുവാൻ, നാം കടന്നു പോകുന്ന വഴികളിലും വ്യാപരിക്കുന്ന ഇടങ്ങളിലൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുവാൻ
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവെ ആത്മാവെ സ്തുതിക്കാം. ഒന്ന് സ്തുതിക്കാമോ? ആത്മാവിന് വേണ്ടി സ്തുതിക്കാമോ? പരിശുദ്ധാത്മാവെ 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 ഇറങ്ങി വരണമേ. Hallelujah, glory, 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 glory. Hallelujah, 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 hallelujah. ഊഹായേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു പാടാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. അമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഊഹായേ പരിശുദ്ധാത്മാവേ, ഊഹായേ യേശുവേ. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഗ്ലോറി. തീ പോലെ, തീ പോലെ, തീ പോലെ, തീ പോലെ, തീ പോലെ, തീ പോലെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യേശുവേ ആരാധന.